ഹാഷ്മി, വിജയകുമാർ, പ്രവിത ആൻഡ് ക്രിസ്റ്റിന, നമ്മളിപ്പോൾ ഈ പരിപാടിയുടെ അവസാനം കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ജ്യോതിർഗമയ ഓരോ ഭാഗം അവതരിപ്പിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒരു അവബോധത്തിൻ്റെ അല ചെന്ന് വീഴത്തക്ക രീതിയിലാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഹാഷ്മി, നമ്മുടെ ജ്യോതിർഗമയ എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ഹാഷ്മിയുടെ മനസ്സിലിരിപ്പ്? നമുക്ക് ഏതെങ്കിലും തരത്തിൽ വിശ്രമിക്കാൻ സമയമായിട്ടേയില്ല എന്ന അതിന് ഏറ്റവും ഒടുവിൽ വന്നത് നാർക്കോട്ടിക്സ് മറ്റേ ഡാർക്ക് വെബാണ്. എഡിസണും എഡിസൺ ബാബുവും അരുൺ തോമസ് അറസ്റ്റിലായ എഡിസൺ അത് വിരൽ ചൂണ്ടുന്നത് ഇത് ആഗോളമായി പരന്നു കിടക്കുന്ന ഇപ്പോൾ ജർമ്മനിയിലൊക്കെ വലിയ ശൃംഖലയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് വിശ്രമിക്കാനായിട്ടില്ല. റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്ന പോലെ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് മൈൽസ് ടു. നമുക്ക് ഇനി മുന്നോട്ടൊക്കെ പോകാനുണ്ട്. ഇനി 2 ഘട്ടം 3-ാം ഘട്ടം കഴിഞ്ഞ് നമുക്ക് ഒരുപാട് മുന്നോട്ടൊക്കെ പോകാനുണ്ട്. നമ്മൾ ആ മുന്നോട്ടേക്കുള്ള പാതയിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഈ കാര്യം നമ്മൾ ചെയ്യാൻ പറയുന്നത് അല്ല, മറ്റാരും ചെയ്യുന്ന ഒരു ദൗത്യമല്ല. ആ ദൗത്യം കേരളത്തിനുള്ള ദൗത്യമാണ്. ആ ദൗത്യം എസ് കെ എൻ ഉറപ്പായും ഒരു നാൾ വിജയിക്കാനുള്ള ദൗത്യമാണ്. അതെ സാറേ, നമ്മൾ ഈ പറയുന്ന പോലെ പണ്ടുള്ളവർ പറയില്ലേ, 10,000 നല്ല നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് അന്റാർട്ടിക്കയെന്ന് വരുമെന്ന്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ നെല്ല് പോലെയാണ് അന്റാർട്ടിക്കയെന്ന്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല നെല്ല് പോലെയാണ് ഇവർ കാണുന്നത്. അപ്പൊ ഈ 10,000 നമുക്ക് സ്ട്രോങ് ആക്കണം. സ്കൂളുകളും കോളേജുകളും നമ്മുടെ വീട്ടകങ്ങളുമാണ്. 10,000 സ്ട്രോങ് ആക്കുക. ഒടുവിൽ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നീ മയക്കുമരുന്ന് മാഫിയയെ കുറിച്ച് നമുക്ക് പറയാനാവണം. വിജയകുമാർ, നമുക്ക് ഇപ്പം ഈ പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ജ്യോതിർഗമയ ഹാഷ്മി പറഞ്ഞ പോലെ ഒരുപാട് കാലം ഇനി നടക്കേണ്ടിയിരിക്കുന്നു. കാര്യം നമ്മളെ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ നമ്മൾ പറയുന്ന രാസലഹരിയും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ വിജയൻ്റെ ഒരു മാനസിക ചിന്ത എന്താണ് ഈ കാര്യത്തിൽ? ഇതിൽ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ കുറെ കൂടി കാര്യക്ഷമമാകാനുണ്ട് ഈ വിഷയത്തിൽ നിന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ 2 കാര്യം. ഒന്ന്, എൻഫോഴ്സ്മെൻറ്റ് അത് കുറെ കൂടി മെച്ചപ്പെടണം. ഇപ്പോൾ ഇതിലൊരു അവബോധം, ഒരു ബോധവൽക്കരണം ഉണ്ട്. അത് ഒരു സൈഡിൽ ഇപ്പോൾ നമ്മളൊക്കെ അത് നടത്തുന്നുണ്ട്. അത് നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകുക ബോധവൽക്കരണം. പക്ഷേ അതിനൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് കൂടി ശക്തമാവണം. നിങ്ങൾ ഇടപെടണം. ആ ഇടപെടൽ വെറുതെ ഇടപെട്ടാൽ പോരാ, അതിശക്തമായ നടപടി ഉണ്ടാകണം. ആ നടപടി ഉണ്ടാവുക എന്നതാണ് ഇനി ബാക്കിയുള്ളത്. ഈ കേവലം കാരിയേഴ്സിനെ പിടിച്ച് അവസാനിപ്പിക്കൽ, ഉറവിടങ്ങളിലേക്ക് പോകണം. ആ ഉറവിടങ്ങളിലേക്ക് നിങ്ങളെത്തി അവസാന ആളിനെയും പിടികൂടണം. അതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഈ ബോധവൽക്കരണ പരിപാടി എത്ര കാലം വേണമെങ്കിലും ഇതേ ആവേശത്തോടെ, ഇതേ ഊർജ്ജത്തോടെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒപ്പം ഈ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ, ഇതിൽ നിയമപരമായ ഇടപെടൽ, എൻഫോഴ്സ്മെൻറ്റ് അതിശക്തമായി ഇപ്പോൾ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് ആ എൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്വഭാവവും രീതിയും മാറി അവസാന കണ്ണിയെ പിടികൂടാൻ ഭരണകൂടം ഇടപെടൽ നടത്തണം. അതാണ് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് പറയാനുള്ളത്. ബാക്കി ബോധവൽക്കരണം അത് നമ്മൾ ഇങ്ങനെ തുടർച്ചയായി നടത്തിക്കൊണ്ടേയിരിക്കും. വിജയകുമാർ, ഇപ്പം നമ്മുടെ എഡിറ്റർ ഇൻ ചാർജ് PP ജെയിംസ് വരുന്നുണ്ട്. പ്രിയപ്പെട്ട ലോകമെമ്പാടും ഇരുന്ന് ഈ പരിപാടി തത്സമയം കണ്ടുപിടിക്കുന്ന പ്രേക്ഷകർക്കും അതുപോലെ തിരുവനന്തപുരത്തെ കോട്ടണൽ സ്കൂളിൽ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിച്ചവർക്കും ഒക്കെ നന്ദിയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കാനായിട്ട് PP ജെയിംസ് വരുന്നു. ഹലോ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ കലാപരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഗംഭീരമായിരുന്നു. 30 ദിവസം കേരളം മുഴുവൻ വെയിലുകൊണ്ട് നടന്ന് യാത്ര ചെയ്തും എത്തിയതാണ്. ഇവിടുന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടിട്ടാണ് ഇതിൻ്റെ മഹാവിപത്തിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതൊരു വലിയ തരത്തിൽ സ്കൂളുകളെ, കോളേജുകളെ ഒക്കെ കാർന്നു തിന്നുന്ന അവസ്ഥയിലെത്തിയിരിക്കുക. അതിനെതിരെയുള്ളൊരു വലിയ പോരാട്ടമാണ് നടക്കുന്നത്. കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് തുടങ്ങി 1000 സ്കൂളുകളിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. 2ാം ഘട്ടത്തിൽ ഞങ്ങൾ സ്കൂളുകളിൽ മാത്രമല്ല കോളേജുകളിൽ, ഒപ്പം തന്നെ 1000 ഗൃഹസദസ്സുകളിൽ ലക്ഷക്കണക്കിന് അമ്മമാരെ കാണാൻ കൂടി പോകുന്നു. കാരണം അമ്മമാർക്കും ഇതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളത് പറഞ്ഞു. കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനും ഇതുവരെ ഇത്രയും വലിയ ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയ കാര്യമല്ല. ലഹരി മാഫിയ എന്ന് പറയുന്നത് ഇന്റർനാഷണലി അവർ അക്ലെയിംഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവര് എല്ലാ തരത്തിലും നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിക്കും. നെറ്റ്വർക്കിംഗ് ഉണ്ട് ഒരുപാട്. അവർക്കെതിരെയാണ് ഫൈറ്റ്. ഈ മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കാളികളാവാൻ എത്ര പേരുണ്ടാവും ഇവിടെ? ആദ്യമായിട്ട് നന്ദി പറയുന്നത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടിക്കാണ്. ശിവൻകുട്ടിക്ക് നിങ്ങൾ എല്ലാവരുടെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചത് എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷാണ്. ശ്രീ MP രാജേഷ് അവർക്ക് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനി ഈ യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവറുകളാണ്. അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇനി ഔപചാരികതയുടെ പേരിലെങ്കിലും ഞാൻ നന്ദി അർപ്പിക്കേണ്ട, കാരണം ഇതിനൊക്കെ
പ്രധാനമായിട്ട് നേതൃത്വം നൽകുന്നത് ഞങ്ങളൊക്കെ SK എന്ന് വിളിക്കുന്ന ശ്രീകണ്ഠൻ നായർ എന്ന 40 വർഷമായിട്ട് കേരളത്തിൻ്റെ മാധ്യമ രംഗത്ത് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ആരും ധൈര്യപ്പെടാത്ത രീതിയിൽ ഈ മഹാവിപത്തിനെതിരെ 24 ഫ്ലവേഴ്സ് നടത്തുന്ന പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് SK ആണ്. SK നിങ്ങൾ എല്ലാവരുടെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ദിവ്യ അയ്യർ IAS അവർ പാട്ടുപാടി ശ്രീമതി ദിവ്യ അയ്യർക്ക് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ SKന്റെ അടുത്ത് വേറെ ഒരാളിരിപ്പുണ്ട്. ആരാണെന്നറിയോ? അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഉഷ ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ആളാണ് ഉഷ ശ്രീകണ്ഠൻ നായർക്ക് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഇനി നന്ദി പറയേണ്ട ആൾക്കാര് 2 പേര്, ഒന്ന് ഡോക്ടർ മോഹൻ റോയും ഡോക്ടർ ഷീനയും. അപ്പോൾ ഡോക്ടർ മോഹൻ റോയ്ക്കും ഡോക്ടർ ഷീനയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഇനി ഇവിടെ എനിക്ക് വലിയ സന്തോഷമുള്ളത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്കൂളിന് നേതൃത്വം നൽകുന്ന 3 വനിതാ രത്നങ്ങളാണ്. പ്രിൻസിപ്പള് ശ്രീമതി V ഗ്രീഷ്മ. പ്രിൻസിപ്പൾ ഇവിടെ ഭയങ്കര പോപ്പുലർ ആണല്ലേ. അതുപോലെ 2 ഹെഡ് മിസ്സസുമാരുണ്ട്. ഒരു ഹെഡ് മിസ്സസ് ശ്രീമതി ഗീത, അടുത്ത ആള് ശ്രീമതി രേഖ. Am I right? 2 പേർക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. 3 പേർ. ഇനി 24-ന്റെയും ഫ്ലവേഴ്സിന്റെയും വലിയ ടീമാംഗങ്ങൾ വന്നിട്ടുണ്ട്. സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ KR ഗോപികൃഷ്ണൻ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി പേര്, ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ, മറ്റ് ബ്യൂറോകളിൽ നിന്നുള്ളവർ തുടങ്ങിയ എല്ലാവരും ഉണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ അധ്യാപകർ, അനധ്യാപകർ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ ഒരു മഹായജ്ഞത്തിൻ്റെ ഒപ്പം ചേർന്ന് മനോഹരമായിട്ടുള്ള സമൂഹമായിട്ടുള്ള ഈ ഒരു ഉദ്യമത്തിൻ്റെ ഒപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്ന ഉറപ്പോടെ ഇന്നത്തെ ഈ ഒരു ജ്യോതിർഗമയ എന്ന ഈ ചടങ്ങിത ഇവിടെ പരിസമാപ്തമാവുകയാണ്. അപ്പോൾ ലഹരിക്കെതിരെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച്, അല്ലേ? സേ നോ ടു, അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം. പ്രഭാകരാണത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്ത ഫ്ലവേഴ്സ് സുരുകൂടി എന്ന പരിപാടിയിലെ ആദ്യത്തെ എപ്പിസോഡിൽ പങ്കെടുത്ത കുട്ടിയാണത്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് കുട്ടി. തിരുവനന്തപുരത്ത് കോട്ടൺ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജ്യോതിർഗമയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ 1000-ഓളം സ്കൂൾ കോളേജുകളിൽ, അതേപോലെ 1000-ഓളം ഗ്രഹസദസ്സുകളിൽ അധ്യാപകരെ സംഘടിപ്പിച്ച് ജില്ലാതലത്തിൽ സമ്മേളനങ്ങൾ, അതേപോലെ വീട്ടമ്മമാർ മാർച്ച് 8-ന് പങ്കെടുക്കുന്ന, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി പങ്കെടുക്കുന്ന, ശാസനയും വാത്സല്യം ഒരേപോലെ പോകണമെന്ന് കരുതി വാത്സല്യത്തിൻ്റെ ചൂലുമായി അമ്മമാർ വരും. അങ്ങനെ കുറേ അധികം പരിപാടികൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. ജ്യോതിർഗമയ അടുത്ത ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ഉണ്ടാകും. അത് ഋഷിരാജ് സിംഗിനെ പോലെ ഈ രംഗത്ത് പ്രവർത്തിച്ച കുറേ അധികം വിദഗ്ധന്മാരുടെ ക്ലാസ്സുകളും ഉണ്ടാകും. കുട്ടികളെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒക്കെ തന്നെ ഈ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഒരു ടെലിവിഷനിലെ എൻ്റർടൈൻമെൻറ്റിന് അപ്പുറം നടക്കുന്ന പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.